കാരുണ്യം കൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച പിതാവാം ദൈവത്തിൻ്റെയും വിലയേറിയ പീഡാനുഭവങ്ങൾ കൊണ്ട് സകലത്തെയും സർവത്തെയും രക്ഷിച്ച പുത്രൻ തമ്പുരാൻ്റെയും ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പൂർത്തീകരിക്കുന്ന വിശുദ്ധാത്മാവിൻ്റെയും അതിധന്യമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ മലങ്കര സഭയുടെ അഭിമാനവും മലങ്കര സഭയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ സമ്പത്തുമായ ഒരു വിശുദ്ധൻ്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവവചന ശുശ്രൂഷ എന്ന വലിയ ശുശ്രൂഷയുടെ എളിയ ശുശ്രൂഷകനാകുവാൻ ദൈവം നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനും സമയത്തിനും സന്ദർഭത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഈ വെള്ളിയാഴ്ചയ്ക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് വചനിപ്പിൻ്റെ ദിനമാണ്. കാതുകളിലൂടെ കേട്ട ദൈവദൂതന്റെ വാക്കിന് വിലയുണ്ടാവുകയും ഒരു പെൺകുട്ടി ആ നന്മയെ, ആ സത്യത്തെ ഉദരത്തിൽ വഹിക്കുകയും ചെയ്ത അതിമനോഹരമായ സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമറിയിക്കുന്ന ഒരു ദിനം. മറ്റൊന്ന്, വലിയ നോമ്പിൻ്റെ മറ്റൊരു വെള്ളിയാഴ്ച. ഈ വലിയ നോമ്പ് 2011 നമ്മൾ ആചരിക്കുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ ഈ ഉത്തര ആധുനിക മനുഷ്യനോട് നോമ്പിന്റെ സന്ദേശം എന്താണ്? നോമ്പെന്ന് പറയുന്ന വാക്കിന്റെ എറ്റിമോളജി എന്ന് പറഞ്ഞാൽ എല്ലാ പദങ്ങളുടെയും ആവിർഭാവത്തിന്റെയും ഉത്ഭവത്തെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. അതിന്റെ എറ്റിമോളജിയിൽ നോമ്പിന് വസന്തം എന്നൊരർത്ഥം കൂടിയുണ്ട്. നോമ്പിന് വസന്തം എന്ന് പറയുന്ന ഒരർത്ഥം ഉണ്ടാകുന്നത് വളരെ മനോഹരമായി നമുക്ക് തോന്നാം. കാരണം ഒരു സസ്യത്തിന്റെ, ഒരു ചെടിയുടെ ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ലത് പുറത്തു വരുന്നതാണ് വസന്തകാലം. വലിയ നോമ്പിന്റെ അവസാനത്തിൽ, ഉയർപ്പിന്റെ ഉത്ഥാനത്തിന്റെ പെരുന്നാളിലെത്തുമ്പോഴേക്കും നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ലത് പുറത്തു വരാൻ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയും അത് പുറത്തു വരുവാനുള്ള നമ്മുടെ ശ്രമവുമാണ് ഒരു നോമ്പനുഷ്ഠാനത്തിൻ്റെ ഒന്നാമത്തെ ആനുകാലികത എന്ന് പറയുന്നത്. അതങ്ങനെ സംഭവിക്കണമെങ്കിൽ, വസന്തകാലത്തിലെത്തണമെങ്കിൽ അതിനു മുമ്പ് ഒരു ഇല പൊഴിക്കലിൻ്റെ ശരത്കാലമുണ്ട്. നോമ്പ് ഒരു ഇല കൊഴിയലാണ്. കൊഴിയേണ്ട ചില ഇലകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ നാം അറിയാതെ വന്നു ചേർന്നുവെന്നും, ശരത്കാലത്ത് പച്ചപ്പുള്ളൊരു വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെയൊക്കെ അതിഭൗതിക ജീവിതത്തിൽ നിന്ന് ചില ഇലകൾ കൊഴിയുകയും പുതിയ കൊഴിഞ്ഞ സ്ഥാനത്ത് പുതിയ നാമ്പുകൾ കിളിർക്കുകയും അങ്ങനെ പുതിയ നാമ്പുകൾ കിളിർത്ത് പുഷ്പിച്ച് അത് കായായി, ഫലമായി ഏറ്റവും മികച്ചത് പുറത്തു വരികയും ചെയ്യുക എന്നുള്ള ഒരർത്ഥം വിശുദ്ധ നോമ്പിനുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട്, ധ്യാനം എന്താണ് എന്ന 2-3 സൂചനകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദവായന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാനാണ് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. എന്താണ് ധ്യാനം? ധ്യാനം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തല്ല ധ്യാനം എന്നുകൂടി പറയേണ്ടി വരും. ധ്യാനത്തിന് നമുക്ക് ഒരു ഉത്തരം ഇങ്ങനെ കൊടുക്കാം:
ഒരു മനുഷ്യൻ ആഴത്തിലും ഏകാഗ്രതയിലും അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും ധ്യാനമാണ്. കേവലം ഒരു ആധ്യാത്മിക കാര്യം എന്നതിനപ്പുറത്ത് മനുഷ്യ ജീവിതത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും ആക്കിയ സ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും ഏൽപ്പിച്ച ചെറുതും വലുതുമായ ഏത് കർമ്മവും ആഴത്തിലും ഏകാഗ്രതയിലും അനുഷ്ഠിക്കുന്നതിനെ നമുക്ക് ധ്യാനം എന്ന് വിളിക്കാം. അങ്ങനെ ഒരു കർമ്മം ആഴത്തിലും ഏകാഗ്രതയിലും അനുഷ്ഠിക്കണമെങ്കിൽ വിശുദ്ധ വചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം വാതിലടച്ച് അകത്തിരിക്കണം. എന്താ വാതിലടച്ച് അകത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ബാഹ്യമായ ഒന്നല്ല. നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളാകുന്ന എല്ലാം കാണാനും കേൾക്കാനും അറിയാനും രുചിക്കാനും ഒക്കെ കഴിയുന്ന പുറത്തേക്കുള്ള സകലത്തെയും സംശീകരിക്കുന്ന ചില വാതിലുകൾ അടച്ച് അകത്തിരിക്കുക. അതാണ് ധ്യാനത്തിന്റെ രണ്ടാമത്തെ തലം. ഒരു വലിയ നോമ്പിലെ വെള്ളിയാഴ്ചയിൽ ചില ചിന്തകൾ അയവിറക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, പുറത്തേക്കുള്ള ചില വാതിലുകൾ അടയ്ക്കാനും അതടച്ച് അകത്തിരിക്കാനുമാകണമേ എന്നാണ്. അങ്ങനെ വാതിലടച്ച് അകത്തിരിക്കാനായാൽ സംഭവിക്കുന്നത് നാം മർത്തയിൽ നിന്ന് മറിയയിലേക്ക് എത്തും. ധ്യാനത്തിന്റെ മൂന്നാമത്തെ മുഖം അതാണ്. മർത്തയിൽ നിന്ന് മറിയയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തുക എന്നല്ല, അതൊരു ദൂരമാണ്. എന്താണ് ആ ദൂരം? ഒരുപാട് കാര്യങ്ങളെ ചൊല്ലി വ്യാകുലപ്പെട്ടിരുന്ന മർത്തയിൽ നിന്ന് ഒറ്റ കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തിയ മറിയയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ധ്യാനത്തിന്റെ ഒരു മുഖമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നടന്നാൽ ഒരു കാര്യം ആഴത്തിലും ഏകാഗ്രതയിലും ചെയ്യുവാനാകുക, അത് ചെയ്യാൻ വേണ്ടി പുറത്തെ വാതിലുകൾ അടയ്ക്കാനാകുക, അങ്ങനെ അടച്ച് അകത്തിരുന്ന് ഒന്നിൽ മാത്രം ശ്രദ്ധിക്കാനാകുമ്പോൾ ആണ് ധ്യാനത്തിന്റെ ഏറ്റവും മഹത്തായ മനോഹരമായ അവസ്ഥ ഉണ്ടാകുന്നത്. അത് ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ അതൊരു തിരിച്ചറിവായി മാറും. എന്താണ് തിരിച്ചറിവ്? നമുക്കറിയാം, ആധുനിക മനുഷ്യന്റെ കുഴപ്പം അറിവില്ലാത്തതല്ല. അറിഞ്ഞ അനുഭവിച്ച അറിവുകൾ യഥാർത്ഥത്തിൽ പ്രയോഗിക്കാൻ കഴിയാത്തതാണ്. എന്ന് പറയുമ്പോൾ അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള ഒരു ദൂരത്തെ നമുക്ക് ധ്യാനം എന്ന് വിളിക്കാം. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് സഞ്ചരിക്കാൻ ആധുനിക മനുഷ്യനെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന നിലയിലും വിശുദ്ധ വേദപുസ്തകത്തെ നമുക്ക് മറ്റൊരു പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണാൻ ആകും എന്നാണ് എൻ്റെ ബലഹീനമായൊരു ചിന്ത. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് എന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ട ആദ്യത്തെ അറിവ് ബെസ്റ്റ് ഓഫ് മൈസെൽഫ് ഈസ് നോട്ട് അറ്റ് കം ഔട്ട് എന്ന അറിവാണ്. എന്നിൽ ഏറ്റവും മികച്ചത് ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ള അറിവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ന് ഈ നിമിഷം വരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും കുറെ കൂടി മനോഹരമായി കുറെ കൂടി സുന്ദരമായി ചെയ്യാൻ കഴിയും എന്ന അറിവ് ആണ് തിരിച്ചറിവ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും സുദീർഘമായ ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ രത്ന ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിൽ നടത്തിയ അതീവ ഹൃദ്യങ്ങളായ സംഭാഷണങ്ങളുടെ ആകത്തുകയാണ് ബൈബിൾ എന്ന് പറയാം. ദൈവത്തിന്റെ സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതികൾ പങ്കുവെച്ച അതിമനോഹരമായ സംഭാഷണങ്ങളാണ് ഒരർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകം. അങ്ങനെ ക്രിസ്തുവുമായി 2000 വർഷങ്ങൾക്കപ്പുറത്ത് അർത്ഥവത്തായ ഒരു സംഭാഷണം നടത്തിയ ഒരു സ്ത്രീക്കുണ്ടായ വ്യതിയാനം ഒരു പുതിയ പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണാനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. അതുകൊണ്ട് ധ്യാനം ഇന്ന് നടക്കുന്നത് ഒരു കിണറ്റിന്റെ കരയിലേക്കാണ്. ഒരുപാട് പൂർവ സ്മൃതികൾ ഉറങ്ങുന്ന ഒരു കിണറ്റിന്റെ കരയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ കിണറ്റിന്റെ കരയിൽ വെച്ച് ഒരു സ്ത്രീയോട് അതിമനോഹരമായി സംസാരിക്കുകയും സംസാരത്തിന് ശേഷം അവളെ തിരിച്ചറിയുകയും ചെയ്ത അതിമനോഹരമായ ഒരു വേദ വായന ഭാഗമുണ്ട്. അത് വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ
5 മുതൽ ഏകദേശം 38 വരെയുള്ള സുദീർഘമായ ഒരു സംഭാഷണമാണ്. ഈ സംഭാഷണം നടത്തിയത് ക്രിസ്തുവും ശമരിയക്കാരിയായ സ്ത്രീയും തമ്മിലാണ്. ഈ വേദവായന ഭാഗവുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ അയവിറക്കുമ്പോൾ ചിലതിനോട് നാം വിട പറയണം. എന്ന് പറഞ്ഞാൽ ശമരിയക്കാരി സ്ത്രീ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉറഞ്ഞുപോയ, നമ്മുടെ മനസ്സിൽ തറച്ചുപോയ ചില ചിന്തകളുണ്ട്. പൊതുവെ എനിക്ക് തോന്നുന്നു ശമരിയക്കാരി സ്ത്രീ ഒരു പിശകുള്ള സ്ത്രീ ആയിട്ടാണ് പലരും ഈ സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. അങ്ങനെ ഒരു പിശകുള്ളവളായി, കുഴപ്പക്കാരിയായി ഈ സ്ത്രീയെ കാണാനുള്ള ഒരു കാരണം എന്താണ്? കാരണം അവൾക്ക്, ഞാനീ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലയോ? ഉണ്ടോ? ഓക്കെ. ഉറക്കം വരാനുള്ളൊരു സാധ്യത കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അവൾ കുഴപ്പക്കാരിയാണെന്ന് പറയാനുള്ള കാരണം എന്താ? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാ. തമാശയായിട്ടെങ്കിലും എനിക്ക് തോന്നാറുണ്ട് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അവളെ നമുക്ക് വേണമെങ്കിൽ നമസ്കരിക്കണം. എന്താ കാരണം? ഒരു ഭർത്താവിനെ, ഒരു ഭാര്യയെ വഹിക്കാനൊക്കെ പാടുപെടുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തന്നെ അവളെ സ്തുതിക്കേണ്ടതാണ് എന്നൊരു ചിന്ത ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എന്നാൽ ഈ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന പദത്തിന്, വാക്കിന് ആംഗലേയ ഇംഗ്ലീഷ് നിഘണ്ടു ഡിക്ഷണറി നൽകുന്ന അർത്ഥങ്ങൾ പരിശോധിച്ചാൽ നാം മറ്റൊരു തലത്തിൽ എത്തിപ്പെടും. ഹസ്ബൻഡ് എന്ന് പറയുന്ന പദത്തിന് പ്രധാനമായി 4 അർത്ഥങ്ങളാണ് ഡിക്ഷണറി പറയുന്നത്. ഒരർത്ഥം നമുക്കറിയാം, പാർട്ട്ണർ, ജീവിത പങ്കാളി എന്നൊരർത്ഥം. പിന്നെ ഹസ്ബൻഡ് എന്ന് പറയുന്ന അർത്ഥത്തിന് പറയുന്നത് റൂളർ, ഭരിക്കുന്നവൻ. എനിക്ക് തോന്നുന്നു പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരർത്ഥമാണ് ഭരിക്കുന്നവൻ, റൂളർ. 3-ാമത്തെ അർത്ഥം പ്രൊട്ടക്ടർ എന്നാണ്, സംരക്ഷകൻ. 4-ാമത്തെ അർത്ഥം വിഷ്ണു അഥവാ ദൈവം എന്ന് പറഞ്ഞാൽ നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ് എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞു വെച്ച ഒരു ആശയം. ഞാനതിൽ ഭർത്താവ് എന്ന് പറയുന്ന പദത്തിന് റൂളർ എന്നൊരു പദമുണ്ട്. അതാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭരിക്കുന്നവൻ. ഇടയ്ക്ക് നിങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിക്കില്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 1-ാമത്തെ ചോദ്യം, ഈ ഭരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെ ആരാണ് ഭരിക്കുന്നത്? ആരാ ഭരിക്കുന്നത്? നമ്മളെ ആരാ ഭരിക്കുന്നത്? ചോദ്യം തന്നെ 12 മണി വരെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ആരാ നമ്മളെ ഭരിക്കുന്നത്? ഭരിക്കുന്നത് സത്യത്തിൽ ഒരു ഫിലോസഫിക്കലായി പറഞ്ഞാൽ നമ്മെ ഭരിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. ഓരോ വ്യക്തിയെയും ഭരിക്കുന്നത് മറ്റാരുമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ, അനുഭവങ്ങളിലൂടെ, വളർച്ചയിലൂടെ, വലുതാകലിലൂടെ ആ വ്യക്തിയുടെ മനസ്സിൽ ഉറയ്ക്കുന്ന ചിന്തകളാണ് ഓരോ വ്യക്തിയെയും ഭരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നല്ല വെള്ളിയാഴ്ച ശമരിയക്കാരി സ്ത്രീക്ക് 5 ഭർത്താവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾ 5 നെഗറ്റീവായ, നിഷേധാത്മകങ്ങളായ ചിന്തകൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറയാം. എന്ന് പറയുമ്പോൾ ക്രിസ്തു അവളോട് പറയുന്നുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഇപ്പോഴുള്ളവൻ ആരാണ്? ഇപ്പോഴുള്ളവൻ ആരാണ്? ക്രിസ്തുവാ. എന്ന് പറഞ്ഞാൽ എന്താ മോളെ? നിന്റെ ചിന്താഗതികളാകുന്ന 5 നിഷേധാത്മക ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ക്രിയാത്മകമായി ചിന്തിക്കേണ്ട പോസിറ്റീവ് തിങ്കറായ ക്രിസ്തു നിന്റെ ഭർത്താവല്ല എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ സംഭാഷണ ശകലത്തെ ഒരു പുതിയ വീക്ഷണകോണിൽ കണ്ടാൽ 5 നിഷേധാത്മക ചിന്തകൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഒരു സംഭാഷണത്തിലൂടെ ക്രിസ്തു ക്രിയാത്മക ചിന്തയുടെ വക്താവാക്കി മാറ്റി എന്നാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന 5 ഭർത്താക്കന്മാർ ആരാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ ശമരിയക്കാരി സ്ത്രീ കേവലം ഒരു കഥാപാത്രമായി മാറുകയല്ല, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും എക്കാലത്തെയും മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളുടെ, ചിന്തകളുടെ പ്രതീകമായി പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ
ചില ഭാവങ്ങളായി ഈ സ്ത്രീ മാറി നിൽക്കും. എന്ന് പറയുമ്പോൾ ശമരിയക്കാരി സ്ത്രീയെ പുറത്തന്വേഷിക്കേണ്ട, പിന്നെയോ അകത്ത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അകത്തളങ്ങളിൽ അന്വേഷിച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ നാം അറിയാതെ മറഞ്ഞു കിടക്കുന്ന വ്യക്തിഭാവമായി ഇത് മാറും എന്നോർപ്പിച്ചുകൊണ്ട് ശമരിയക്കാരി സ്ത്രീയെ ഭരിച്ചിരുന്ന 5 നെഗറ്റീവ് ചിന്തകളാകുന്ന ഭർത്താക്കന്മാർ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനായി 5-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അങ്ങനെ അവൻ സുഖാർ എന്ന ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. അതിമനോഹരമാണ്, കവിത പോലെ സുന്ദരമായാണ് വിശുദ്ധനായ യോഹന്നാൻ ഈ ഭാഗം പറഞ്ഞു വെക്കുന്നത്. ഒരു യാക്കോബിൻ്റെ ഉറവിൻ്റെ കിണറിൻ്റെ അരികെ ക്രിസ്തു കാത്തു നിൽക്കുകയാണ്. ആരെയാ കാത്തു നിന്നത്? ഒരു സ്ത്രീയെ. എനിക്ക് പലപ്പോഴും ഈ വേദവായന ഭാഗം വ്യക്തിപരമായി എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ച ഒരു വേദവായന ഭാഗമായത്. കാരണം കാത്തു നിൽക്കുന്ന ഒരു ക്രിസ്തു കിണറിൻ്റെ അരികെ കാത്തു നിന്നെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ കിണറിൻ്റെ കര തിരഞ്ഞെടുത്തത് പോലും വളരെ അർത്ഥവത്താണ്. കാരണം സ്ത്രീയുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കിണർ പോലെയാണ്. എന്താ കിണറിൻ്റെ പ്രത്യേകത? പുറമേ നോക്കിയാൽ വളരെ ശാന്തമാണ്, പക്ഷേ അകത്ത് അടിയൊഴുക്കുകളും ആഴവുമുള്ള ഒരു വലിയ കിണർ പോലെയാണ് എക്കാലത്തെയും സ്ത്രീയുടെ മനസ്സ്. അതുകൊണ്ടൊരു സ്ത്രീയോട് സംസാരിക്കാൻ മറ്റെല്ലാം മാറ്റിവെച്ച് ക്രിസ്തു ഒറ്റയ്ക്ക് കാത്തു നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓട്ടങ്ങളിൽ നമ്മെ മാത്രം കാത്ത്, നമ്മളോട് മാത്രം ചിലത് പറയാൻ, ആശ്വാസത്തിൻ്റെയും ചില പുതിയ ചിന്തകളുടെയും കുറിച്ചൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഉറവിൻ്റെ അരികെ കാത്തിരുന്നത് പോലെ ക്രിസ്തു കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കാത്തിരിപ്പ് പലപ്പോഴും, കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ എന്താ പറയുക, ഒരുപാട് വേഗതയാർന്ന നെട്ടോട്ടമുള്ള ഈ ആധുനിക ജീവിതത്തിൻ്റെ ഗതിവേഗത്തിൻ്റെ ഒരു കുഴപ്പം ഇതാണ്. ഇത് തിരിച്ചറിയാൻ പറ്റാതെ പോവുകയാണ്. ക്രിസ്തു വഴി നടന്ന് ക്ഷീണിച്ചിരുന്നപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമയക്രമം അനുസരിച്ച് ഏകദേശം ഉച്ചയ്ക്ക് 12 മണിക്കാണ്. 2 ചിന്തകളാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്, സാധാരണഗതിയിൽ സ്ത്രീകൾ വെള്ളം കോരാൻ വരാൻ സാധ്യതയുള്ള സമയം ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ്. വെള്ളം കോരുന്ന കാര്യം പറഞ്ഞിട്ട് പോലും സ്ത്രീകളുടെ മുഖത്ത് ഒരു പരിചയഭാവവും കാണുന്നില്ല. ഇത് പുതിയ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. ഒരു പൊതു കിണറിൻ്റെ അടുക്കെ വെള്ളം കോരാൻ സാധാരണ സ്ത്രീകൾ വരിക രാവിലെയോ വൈകുന്നേരമാണ്. എന്താ കാരണം? 2 കാരണങ്ങളുണ്ടാകാം. ഒന്നാമത്തെ കാരണം എന്താണ്? വലിയ വെയിലൊക്കെ ഉറയ്ക്കുന്നതിന് മുമ്പ് ഈ ജോലി ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണ്? എനിക്ക് തോന്നുന്നു ഈ പഴയ കാലത്തെയൊക്കെ പൊതു കിണറിൻ്റെ കര എന്നൊക്കെ പറയുന്നത് ഒരു പ്രാദേശിക TV ചാനൽ പോലെയാണ്. എന്താണ്? ആ ഗ്രാമത്തിലെ ആ പ്രദേശത്തെ വിവര സാങ്കേതിക വിദ്യയൊക്കെ എവിടെ ഉണ്ടാവും? ഈ കിണറ്റിൻ്റെ കരയിലുണ്ടാകും. സ്ത്രീകൾ ഒരുപാട് കൂടുമ്പോൾ പ്രാദേശിക വാർത്തകൾ വളരെ എളുപ്പത്തിൽ അറിയാനുള്ള ഒരിടമാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ സ്ത്രീകൾ ഒന്നിച്ചു വരുന്നത്. അങ്ങനെ ഒന്നിച്ച് സ്ത്രീകൾ രാവിലെയോ വൈകുന്നേരമോ വെള്ളം കോരാൻ വരാൻ സാധ്യതയുള്ള സമയത്താണ് 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഈ സ്ത്രീ ഉച്ച സമയം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, പൊതുവെ മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു വിമുഖത ആർക്കുണ്ടായിരുന്നു? ഈ ശമരിയക്കാരി സ്ത്രീക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ കൂടെയുള്ള ഒന്നാമത്തെ ഭർത്താവിനെ, ഒരു മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിൻ്റെ പേര് മിസ്റ്റർ എസ്കേപ്പിസ്റ്റ് ആയിരുന്നു. അഥവാ എസ്കേപ്പിസം, ഒളിച്ചോടുവാനുള്ള ഒരു പ്രവണത, അങ്ങനെ ഒരു മാനസികാവസ്ഥ ആർക്കുണ്ടായിരുന്നു? ഈ ശമരിയക്കാരിയായ സ്ത്രീക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്? തീർച്ചയായും സമൂഹത്തിൻ്റെ മുമ്പിൽ 4 ആള് കൂടുന്നെടുത്ത് പോകാൻ പറ്റാത്ത വിധത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോൾ ചില സങ്കടങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാകാം. 2 കാരണമാണ്. ഒന്ന്, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്
ഐസ്ബർഗ് പോലെയാണ്. കപ്പൽ യാത്ര ചെയ്യുമ്പോൾ മുകളിൽ കാണുന്നതിനേക്കാൾ 7 മടങ്ങ് താഴെ മറഞ്ഞു കിടക്കുന്ന മഞ്ഞുമല പോലെയാണ് മനുഷ്യന്റെ മനസ്സുകൾ. MT വാസുദേവൻ നായരുടെ ഒക്കെ കവിതയാർന്ന ഭാഷയിൽ പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ തനിയെ ആവുക. എനിക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തരം മറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കും ആരെയും ശരിക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഈ ആധുനിക മനുഷ്യന്റെ വലിയൊരു പ്രശ്നം. ഏറ്റവും അടുത്തിരിക്കുന്ന ആളുടെ ആത്മനൊമ്പരം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു പ്രത്യേക ഒരു ഗതിവേഗത്തിലായിപ്പോയി. ഇവിടെ ശമരിയക്കാരിയായ സ്ത്രീക്ക് 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ സമൂഹം ഇവളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായ കാര്യങ്ങൾ സ്ഥിരമായി പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ച ഒരു മനസ്സ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒരു 6 മാസം മുമ്പാണ് ഒരു പള്ളിയിൽ കൺവെൻഷൻ കഴിഞ്ഞ് ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു വീട്ടമ്മ എന്നോട് പറഞ്ഞു, ഭക്ഷണം വിളമ്പി നൽകിയ ഒരു ആൻറ്റി പറഞ്ഞു, ഞാൻ ഏകദേശം 2.5 വർഷമായി പള്ളിയിൽ പോയിട്ട്. എനിക്ക് അത്ഭുതകരമായി തോന്നി. ഞാൻ ചോദിച്ചു എന്താ കാരണം? കാരണം എന്താ? അവരുടെ ഒരു മകൾ, 2 പെൺമക്കളാ, അതിൽ ഇളയ മകൾ ഒരു ഇന്റർകാസ്റ്റ് മാരേജാണ് നടത്തിയത്. നോക്കിയേ, ആരെയാ നമുക്ക് കുറ്റം പറയുക? ആ അമ്മയെ കുറ്റം പറയാനാകുമോ? പാടില്ല എന്ന് എൻ്റെ വിചാരം. ഒരു മകൾ ആ സമൂഹത്തിനെയും ആ അമ്മയെയും ഒക്കെ കണ്ണുനീരണിയിച്ചുകൊണ്ട് വഴിമാറിപ്പോയപ്പോൾ ആ സ്ത്രീക്ക് 4 ആൾ കൂടുന്ന സ്ഥലത്ത് പോകാൻ പറ്റാത്ത വിധത്തിലായി. നമ്മുടെ നോട്ടങ്ങളാ, നമ്മുടെ ചോദ്യങ്ങളാ. നമ്മുടെ പള്ളിയിലും ഇടവകളിലും ആള് കൂടുന്നിടത്തൊക്കെ ചിലർ മാറിപ്പോകുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ചില വാക്കുകളോ ചില ചോദ്യങ്ങളോ ചിലർ പേടിക്കുന്നുണ്ടാകും. ഇങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമോ? ശമരിയക്കാരി സ്ത്രീക്ക് ആള് കൂടുന്നിടത്ത് പോകാൻ പറ്റാതെ പോയത് അവളുടെ അകത്തെ മനസ്സിൻ്റെ ഉള്ളിലെ ചില സങ്കടങ്ങളോ ചില സംഘർഷങ്ങളോ മറ്റാർക്കും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ്. നിർദോഷങ്ങളായ ചില ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ചോദിച്ചു കളയും. നമുക്കറിയാം, നമ്മുടെ ഇടവകയിലെ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി 28 വയസ്സായി, കല്യാണം നടന്നിട്ടില്ല. സാധാരണഗതിയിൽ ഒരു മകൾക്ക് വിവാഹം നടക്കേണ്ട പ്രായമായിട്ടും വിവാഹം നടന്നില്ല എന്നറിയുന്ന ഞാനും നിങ്ങളും ഈ പെൺകുട്ടിയെ കാണുമ്പോൾ ഉടനെ ചോദിക്കും. എന്ത് ചോദിക്കും? ഒന്നും ആയില്ല അല്ലേ? എന്തിനാ ചോദിക്കുന്നത്? ഈ പെൺകുട്ടിയുടെ വിവാഹം നടക്കാത്തതിന്റെ സങ്കടം കൊണ്ടാണോ? ആണോ? ഒന്നുമല്ല. പിന്നെയോ, മറ്റുള്ളവരുടെ ചില ഇല്ലായ്മകളോ സങ്കടങ്ങളോ ഇങ്ങനെ തോണ്ടി ചോദിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഒരു സാഡിസം ഒക്കെ പോലെയുള്ള ഒരു ചെറിയ സന്തോഷം നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു സമൂഹത്തെ പേടിച്ചത് കൊണ്ടാണ് ഈ സ്ത്രീ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നത്. ഇതിൻ്റെ ആനുകാലികത ഇത്രയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാനസികമോ ശാരീരികമോ സാമ്പത്തികവുമായ തകർച്ചകളോ സങ്കടങ്ങളോ നമുക്ക് ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മെ പിന്തുടരും. ഇങ്ങനെ പിന്തുടരുമ്പോഴാണ് ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നുക. ഈ ആത്മഹത്യ ചെയ്യുന്നവരെ കുറെ കൂടി വിശാലമായ മനസ്സിൻ്റെ ഒരു ഭൂമികയിൽ നിന്ന് കാണണമെന്നാണ് എൻ്റെ വിനീതമായ ചിന്ത. കാരണം ചിലപ്പോഴൊക്കെ ഈ ലോകത്തിൽ ആരും നമ്മളെ തിരിച്ചറിയുന്നില്ല, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ തോന്നുന്ന ഒരു നിർണായകമായ നിമിഷങ്ങളുണ്ടാകാം. ഏറ്റവും കൂടുതൽ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളം ഒരു ആത്മഹത്യാ മുനമ്പായി മാറുന്നു എന്നൊക്കെ ചിലർ പറയുന്നു. ഇവിടെ ഈ ശമരിയക്കാരി സ്ത്രീയുടെയും ഒരുപാട് സങ്കടങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സംഘർഷങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഒളിച്ചോടാനുള്ള മനസ്സുമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ ക്രൈസ്തവ പ്രത്യാശ എന്ന് പറയുന്നത് അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന, അങ്ങനെ നിഷേധാത്മക ചിന്ത വന്നു ചേരുന്ന ഒരു വ്യക്തിയെ കാത്ത് ക്രിസ്തു 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് കിണറ്റിൻ്റെ കരയിൽ ഒറ്റയ്ക്കിരുന്നു. ശിഷ്യന്മാരെല്ലാം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയി എന്ന ഒറ്റയ്ക്കിരുന്നാൽ മാത്രമേ ഈ സ്ത്രീയുടെ മനസ്സ്, ഈ സ്ത്രീയുടെ സങ്കടം അവന് തിരിച്ചറിയാൻ പറ്റൂ എന്ന് ക്രിസ്തു മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഈ ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ച കിണറ്റിൻ്റെ വക്ക് കർത്താവ് ഒരു കുമ്പസാര കൂടുപോലെയാക്കി മാറ്റി. അവൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനും കേൾക്കുവാനുമുള്ള മനസ്സോടുകൂടി ക്രിസ്തു 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഈ കിണറ്റിൻ്റെ കരയിൽ കാത്തിരുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ചിന്തയെ നമുക്ക് ഒരു കൊച്ചു പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താം. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ക്രിസ്തുവിൻ്റെ രൂപം മനസ്സിലേക്ക് നമുക്കിങ്ങനെ കൊണ്ടുവരാം.
2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഒരു കിണറ്റിൻ്റെ കരയിൽ ഒരു സ്ത്രീയുടെ സങ്കടം കേൾക്കാൻ കാത്തിരുന്നത് പോലെ കർത്താവ് മകനെ മകളെ എന്ന് വിളിച്ച് നമ്മുടെ ചില സങ്കടങ്ങൾ, നമ്മുടെ ചില സംഘർഷങ്ങൾ, നമ്മുടെ ചില സ്വപ്നങ്ങൾ, നമ്മുടെ ചില രോഗങ്ങൾ കേൾക്കാൻ, അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുവിനെ നാം തിരിച്ചറിയുക. ആശ്വസിപ്പിക്കുന്ന, സാന്ത്വനിപ്പിക്കുന്ന, സകലതും പറഞ്ഞാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുവിനെ തിരിച്ചറിയുക. ഈ നല്ല വെള്ളിയാഴ്ചയിൽ ഈ വിശുദ്ധ സ്ഥലത്ത് ആ വിശുദ്ധനോടൊപ്പം നമുക്കും മറ്റാരും കണ്ടിട്ടില്ലാത്ത, മറ്റാരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില ഭാരങ്ങളും സങ്കടങ്ങളും നമുക്ക് ദൈവസന്നദ്ധിയിൽ ശാന്തമായി ഇറക്കി വെക്കാം. അത് മറ്റാർക്കും മനസ്സിലാവുകയില്ല, മറ്റാരോടും പറയാനുമാവുകയില്ല. ഒറ്റപ്പെട്ടു പോകുന്ന മനസ്സിൻ്റെ സകല സങ്കടങ്ങളും ജീവിതത്തിൽ നിന്ന് ബാഹ്യമായും ആന്തരികമായും എപ്പോഴെങ്കിലുമൊക്കെ ഒളിച്ചോടാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആരും കൂടെയില്ല എന്ന അറിവ് എപ്പോഴെങ്കിലും കഠിനമായി നമ്മെ ബാധിച്ചിട്ടുണ്ടോ? കർത്താവിനോട് ശാന്തമായി നമ്മുടെ സങ്കടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് പങ്കുവെക്കാം. കണ്ണുകളെ തുറക്കാം. ഈ സ്ത്രീ ഒരു കൊച്ചു സമൂഹത്തിന് മുമ്പിൽ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടാൻ മടിച്ചിരുന്ന ഈ സ്ത്രീയാണ് കർത്താവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഒരു ഗ്രാമത്തിനോട് മുഴുവനും വിളിച്ചു പറയുവാനുള്ള കഴിവിലേക്ക് ഈ സ്ത്രീ വളർന്നു എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീക്കുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് ബാഹ്യമായൊരു ചേഞ്ച് അല്ല. ക്രൈസ്തവികമായ പൗരസ്ത്യ ആധ്യാത്മികതയുടെ ഒരു വീക്ഷണത്തിൽ മാറ്റം എന്നൊക്കെ പറയുന്നത് ബാഹ്യമല്ല, ആന്തരികമാണ്. പ്രസംഗിക്കുവാനും 10 ആളോട് ചില കാര്യങ്ങൾ പറയാനുമൊക്കെ കഴിവ് ഉണ്ടായിരുന്നു ഇവൾക്ക്. പക്ഷെ ഇവളുടെ കഴിവ് തിരിച്ചറിഞ്ഞില്ല. ക്രിസ്തുവിനോടുള്ള ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് നമുക്ക് എന്തൊക്കെ പറ്റുമെന്നുള്ളതാണ്. ശമരിയക്കാരി സ്ത്രീക്ക് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ വിചാരിച്ച ആളല്ല ഞാൻ. എനിക്ക് തോന്നുന്നു തമ്പുരാൻ നമുക്ക് തരുന്നൊരു തിരിച്ചറിവതാ. നമ്മുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന, നമ്മൾ ഇന്ന് വരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കഴിവുകളുടെ കനൽ കൂമ്പാരങ്ങളാ ഓരോ മനുഷ്യനും. അൺഎക്സ്പ്ലോർഡ് മൈൻഡ് എന്നൊക്കെ പറയും. ഇനിയും കുഴിച്ചെടുത്തിട്ടില്ലാത്ത ഖനികളാണ് നമ്മളൊക്കെ. പക്ഷേ ഈ കഴിവ്, ഉള്ളിൽ കിടക്കുന്ന ഈ നന്മ, ഈ പൊട്ടൻഷ്യാലിറ്റി തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ഒരു കുഴപ്പം. കർത്താവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവളെ തിരിച്ചറിഞ്ഞു. ഒളിച്ചോടാൻ മാത്രം തകർന്നു പോയ ഒരു സ്ത്രീ ഒരു സമൂഹത്തിന് മുമ്പിൽ നിവർന്നു നിൽക്കുന്ന വിധത്തിൽ കർത്താവ് അവളെ വളർത്തി. രണ്ടാമത്തെ ആശയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. യേശു അവളോട്, 7-ാം വാക്യം അങ്ങനെയാണ് സംഭാഷണം ആരംഭിക്കുക. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. വളരെ നിസാരമായി ക്രിസ്തു അവളോട് അല്പം വെള്ളമാ ചോദിച്ചത്. ഒരല്പം വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞ മറുപടി എന്താ? നീ യഹൂദനായിരിക്കെ, ഞാൻ ശമര്യക്കാരിയായിരിക്കെ, ഈ കിണറിന് ആഴമുള്ളത് കൊണ്ട്, ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാത്രമില്ലാത്തത് കൊണ്ട് നിനക്ക് വെള്ളം തരാൻ പറ്റില്ല. നോക്കിയേ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് നിസാരമായി ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിന് അവൾ 4 കാരണം പറഞ്ഞു. അതിൽ ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവുകളൊക്കെ അവൾ പറഞ്ഞു. നീ യഹൂദൻ, ഞാൻ ശമര്യക്കാരി, കിണറിന് ആഴമുണ്ട്, കോരാൻ പാത്രമില്ല. ഒരു കൊച്ചു കാര്യം എങ്ങനെ ചെയ്യാമെന്നല്ല, ഒരു കൊച്ചു കാര്യം എങ്ങനെ ചെയ്യാതിരിക്കാം എന്നാണ് ഇവൾ ചിന്തിച്ചത്. അപ്പൊ രണ്ടാമത്തെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഇവളെ ഭരിച്ചിരുന്ന രണ്ടാമത്തെ നിഷേധാത്മക ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മിസ്റ്റർ പെസിമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഇവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്താ പെസിമിസം എന്നൊക്കെ പറഞ്ഞാൽ? ശുഭാപ്തി വിശ്വാസമില്ലായ്മ എന്നൊക്കെ അതിന് മലയാളം പറയേണ്ടത്. ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, ഒന്നും ശരിയാകില്ല എന്നൊരു ചിന്തയായിരുന്നു ഇവൾക്കുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ അകമനസ്സുകളിൽ
എനിക്കും നിങ്ങൾക്കുമൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കെ ഒരു കാര്യം എങ്ങനെ ചെയ്യാതിരിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരു വീട്ടിൽ പോകാതിരിക്കുന്നതിന്, പള്ളിയിൽ പോകാതിരിക്കുന്നതിന്, ഒരു സന്തോഷ സ്ഥലത്ത് ഒന്നിച്ച് ചേരാതിരിക്കുന്നതിന് ഒക്കെ വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ശാഠ്യങ്ങൾ പറഞ്ഞ് നിസാരമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ഒരു മാനസിക അവസ്ഥ. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ മടിച്ച മാനസികാവസ്ഥയുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഒരു ഗ്രാമത്തിന് മുഴുവൻ ജീവന്റെ ജലം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെയൊക്കെ ചില സ്ഥലങ്ങളിൽ, ചില സ്ഥാനങ്ങളിൽ ഒരുപാട് വ്യക്തികൾക്ക് ആശ്വാസത്തിൻ്റെയും സ്വാന്തനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവജലങ്ങൾ കൊടുക്കാൻ നമ്മൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ജീവജലം കൊടുക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. ഞാൻ ഈ ജീവജലത്തിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നാറുണ്ട് ഈ ജീവജലം എന്ന് പറയുന്നത് വളരെ ചെറിയ കുറേ കാര്യങ്ങളും ഈ ജീവജലത്തിൽ പെടും. ഒരു പുഞ്ചിരി, ഒരു സാരമില്ല എന്ന് പറയൽ, ഒരു തലയാട്ടൽ, ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതൊക്കെ ജീവജലമാണ്. ഒരു ഗ്രാമത്തിന് മുഴുവൻ ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ജീവജലം കൊടുക്കാൻ ഈ ക്രിസ്തു ഈ ശമര്യക്കാരി സ്ത്രീയെ തെരഞ്ഞെടുത്തു. അവൾ വിചാരിച്ചിരുന്നത് അതിന് ഇവൾക്കാകില്ല എന്നായിരുന്നു. ഇവിടെ എസ്കേപ്പിസം എന്ന് പറയുന്ന ഒളിച്ചോട്ടം എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ നിന്ന് കർത്താവ് അവളെ വിടർത്തിയെടുത്തിട്ട് അശുഭ ചിന്തയിൽ നിന്ന് ശുഭാപ്തി വിശ്വാസത്തിലേക്ക് ഇവളെ വളർത്തുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഹൗ മച്ച് ക്യാൻ ഐ, എനിക്ക് എത്രയൊക്കെ ചെയ്യാൻ പറ്റും? എന്നെ ആക്കിയ സ്ഥലങ്ങളിൽ, സ്ഥാനങ്ങളിൽ, അത് വീട്ടിലോ സമൂഹത്തിലോ സഭയിലോ ഇടങ്ങളിലൊക്കെ കുറച്ചു പേർക്കൊക്കെ ജീവന്റെ ജലം പകർന്നു കൊടുക്കേണ്ടവരല്ലേ നാം? എന്താ ഈ ജീവന്റെ ജലമൊക്കെ പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ? വളരെ എല്ലാ മലയാളിക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുണ്ടല്ലോ, പറയിപ്പറ്റ പന്തിരുകുലം. 12 മക്കൾ 12 വ്യത്യസ്ത ഗോത്രങ്ങളിൽ വളർത്തപ്പെട്ടതിൻ്റെ കഥ. മൂത്തവൻ അഗ്നിഹോത്രി ബ്രാഹ്മണകുലത്തിൽ സമ്പന്നതയിൽ വളർന്നു. ഇളയവൻ പാക്കനാർ ദാരിദ്ര്യമുണ്ട് വളർന്നു. ദാരിദ്ര്യമുണ്ട് വളർന്ന താഴ്ന്ന ജാതിക്കാരനായ ഇളയ മകൻ ഈ പാക്കനാർ എന്നും ഉച്ചയാകുമ്പോൾ ജ്യേഷ്ഠന്റെ വീട്ടിലെത്തുമായിരുന്നു. എന്തിനാ? ആഹാരം കഴിക്കാൻ. എന്നും ഈ ജ്യേഷ്ഠപത്നി വെളുത്ത ചോറ് കറുത്ത മുഖത്തോടുകൂടി അനുജൻ ഇങ്ങനെ വിളമ്പി നൽകുമായിരുന്നു പോലും. ഒരു ദിവസം ഇങ്ങനെ ഈ കറുത്ത മുഖത്തോട് കൂടി വിളമ്പി ലഭിക്കുന്ന വെളുത്ത ചോറുണ്ട് പാക്കനാർ മടുത്തു. ഒരു ദിവസം എത്ര ഭക്ഷണം വിളമ്പി നൽകിയിട്ടും പാക്കനാരുടെ വിശപ്പ് മാറിയില്ല പോലും. പത്തായപ്പുരകളൊക്കെ തുറന്നു. ആ വീട്ടിലുള്ള മുഴുവൻ ധാന്യങ്ങളും ഭക്ഷണമായി മാറിയിട്ടും വിശപ്പ് മാറാതിരുന്നു പോലും പാക്കനാർക്ക്. അപകടം മണത്തറിഞ്ഞ ജ്യേഷ്ഠപത്നി അഗ്നിഹോത്രിയെ വിളിക്കാൻ ആളെ അയച്ചു. സംഭവം അറിഞ്ഞ് അഗ്നിഹോത്രി വന്നു. പടി കടന്ന് എത്തിയപ്പോഴേക്കും അഗ്നിഹോത്രിക്ക് അപായം മനസ്സിലായി. ഒഴിഞ്ഞ പാത്രങ്ങളും ഒഴിഞ്ഞ പത്തായപ്പുരകളും ഒരു പാത്രത്തിന്റെ മുമ്പിൽ വിശപ്പ് മാറാതിരിക്കുന്ന അനുജനെയും കണ്ടപ്പോൾ കാര്യം മനസ്സിലായ അഗ്നിഹോത്രി ഈ അനുജന്റെ അടുത്ത് ചെന്ന് ആ പാത്രത്തിൽ അവശേഷിച്ചിരുന്ന ഒരു അരമണി ചോറ് തൻ്റെ വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് വളരെ സ്നേഹപൂർവ്വം ഇങ്ങനെ കോരിയെടുത്ത് ഇടത് കൈ കൊണ്ട് ഈ അനുജന്റെ താങ്ങി നിർത്തി സ്നേഹപൂർവ്വം അരമണിയുടെ ചോറ് ഈ അനുജന്റെ വായിൽ വെച്ചു കൊടുത്തു പോലും. ആ അരമണി ചോറുണ്ടപ്പോൾ പാക്കനാരുടെ വിശപ്പ് മാറി. ഒരു പത്തായപ്പുരയുടെ സമൃദ്ധിക്ക് കൊടുക്കാനാകാഞ്ഞത് സ്നേഹത്തിൻ്റെ അരമണി ചോറിനായി പോലും. എനിക്ക് തോന്നുന്നു എൻ്റെ ബലഹീനമായ ചിന്ത ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ജീവന്റെ ജലം എന്നൊക്കെ പറയുന്നത് ഈ അരമണിച്ചോറ് പോലെയാണ്. ഒരു അരമണിച്ചോറ് കൊണ്ട് അനുജന്റെ വിശപ്പകറ്റിയ ജ്യേഷ്ഠനെ പോലെ ഈ നോമ്പിൻ്റെ ഒക്കെ അനുഷ്ഠാനങ്ങളിൽ തിരിച്ചറിയേണ്ടത് കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരു പുഞ്ചിരിയുടെ, സ്നേഹത്തിൻ്റെ, നല്ല വാക്കിൻ്റെ, ഒരു പ്രോത്സാഹനത്തിൻ്റെ, ഒരു പ്രാർത്ഥനയുടെ അരമണിച്ചോറുകൾ പകർന്നു നൽകാനാകുമോ? അവരുടെ വിശപ്പും
വയറും നിറയും. എല്ലാം ഉണ്ടായിരിക്കെ വിശന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മനുഷ്യന്റെ മറ്റൊരു ഗതികേട്. ആധുനിക മനുഷ്യൻ ഒരു ഗതികേടിന്റെ ആൾരൂപമാണ്. കഴിക്കാൻ എല്ലാം ഉണ്ടായിരിക്കെ വിശന്നിരിക്കുക, അറിവുണ്ടായിരിക്കെ അറിവ് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കാതിരിക്കുക. ഇന്നിന്റെ പ്രശ്നം അതാണ്. ഇല്ലാത്തതല്ല പ്രശ്നം, ഉള്ളതുകൊണ്ട് തൃപ്തി വരാത്തതാ പ്രശ്നം. അപ്പൊ ദാരിദ്ര്യവും സമ്പത്തും ഒക്കെ നമ്മൾ കുറെ കൂടി ആഴത്തിൽ തിരിച്ചറിയണം. കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു അരമണിച്ചോറായിരിക്കാം. അത് തിരിച്ചറിയാതെ നമ്മളൊക്കെ എന്താ പറയുക, സമ്പത്തിന്റെ പത്തായപ്പുരകൾ ഇങ്ങനെ തുറക്കുകയാണ്. അതെല്ലാം തുറന്നു നൽകിയിട്ടും തൃപ്തി വരാത്ത മനുഷ്യൻ ഇല്ലേ? സമ്പാദ്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പിതാവിനെ കുറിച്ച് ഒരു മകൻ പറഞ്ഞ രസകരമായ സംഭവമുണ്ട്. കോടീശ്വരനാ മനുഷ്യൻ, മകന് വേണമെങ്കിൽ അമ്പിളി അമ്മാവിനെ പിടിച്ചു കൊടുക്കാം. പക്ഷേ ആ 17 വയസ്സുകാരൻ എന്നോടൊരിക്കൽ പറഞ്ഞത്, ഒരു കൗൺസിലിങ്ങിൽ പറഞ്ഞത്, പപ്പയ്ക്ക് എന്നോട് സ്നേഹമുണ്ടായിരിക്കാം, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല, എനിക്കത് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ കുഴപ്പം അതാ. സ്നേഹമുണ്ട്, സമ്പത്തുണ്ട്, അറിവുണ്ട്, സകലതുമുണ്ട്. പക്ഷേ അത് നാം ഏറ്റവും അടുത്തവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവരിലേക്ക് അത് എത്തിപ്പെടാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, പെസിമിസ്റ്റായ ഒരു വിശ്വാസവും ഇല്ലാതിരുന്ന, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വിമുഖത കാണിച്ച ഒരു സ്ത്രീയെയാണ് കർത്താവ് ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ജീവജലം കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത്. എനിക്ക് തോന്നുന്നു ഒരു നോമ്പനുഷ്ഠാനത്തിൽ ഏറ്റവും മികച്ചത് പുറത്തു വരലാണ് നോമ്പെങ്കിൽ, ഏറ്റവും മികച്ച ഫലം വസന്തകാലത്ത് പുറത്തു വരുന്നത് പോലെയാണ് നോമ്പെങ്കിൽ, നമ്മളിൽ നിന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് നന്മകൾ പുറത്തു വരാൻ ഉണ്ട് എന്നുകൂടി ഈ വേദവായന ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. 12ാമത്തെ വാക്യത്തിൽ, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. വളരെ രസകരമാണ് ഈ ഭാഗം. വെള്ളത്തെക്കുറിച്ചുള്ള സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ ഈ സ്ത്രീ ഇവനോട് ചോദിക്കുക, നീ യാക്കോബിനേക്കാൾ വലിയ ആളാണോ? നമുക്ക് ചിരി വരും കേട്ടാൽ. ക്രിസ്തുവിനെ അവൾ തിരിച്ചറിഞ്ഞത് അവളുടെ മനസ്സിൽ ഏറ്റവും വലിയ ആളാരാ? യാക്കോബ. എനിക്ക് തോന്നുന്നു ഇതൊരു മാനസികാവസ്ഥയാണ്. എന്താണ്? നമുക്കിതിനെ മിസ്റ്റർ ലിമിറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയും. പരിമിതി, ഒരുപാട് പരിമിതിപ്പെടുത്തുക നമ്മൾ. ആരെയാ? ദൈവത്തെ. ദൈവത്തെ അവനവന്റെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആൾ ദൈവങ്ങൾ ഉണ്ടാകാൻ കാരണം. ശമരിക്കാരി സ്ത്രീയുടെ വിചാരം ഏറ്റവും വലിയ ആളാരാ? യാക്കോബ. ഇന്ന് ഒരുപാട് വിശ്വാസികൾക്ക് പറ്റുന്ന കുഴപ്പമുണ്ട്. ആൾ ദൈവങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. യാക്കോബുമാർ ദൈവങ്ങളാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ യാക്കോബുമാർ ദൈവങ്ങളാവുകയും അങ്ങനെയുള്ള ദൈവങ്ങളുടെ ഫ്ലക്സ് ബോർഡുകൾ അല്ലേ യാത്രകളിൽ മുഴുവൻ നമ്മളിങ്ങനെ കാണുകയാണ്. ഇവിടെ ഈ ശമരിക്കാരി സ്ത്രീ ക്രിസ്തുവിനെ യാക്കോബിനേക്കാൾ വലിയ ആളില്ല എന്ന് വിചാരിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ആധ്യാത്മികത ഇത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് കൂടെയാ. ആരാണ് ദൈവം? ആരാണ് എന്ന് തിരിച്ചറിയുക. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ചില യാക്കോബുമാരോട് ഗുഡ് ബൈ പറയും. യാക്കോബുമാരുടെ പരിമിതി മനസ്സിലാകും. ഇവിടെ വളരെ പരിമിതമായ ഒരു ചിന്ത, ജീവിത വീക്ഷണമുണ്ടായിരുന്ന സ്ത്രീയാണ്. ഏകദേശം അടുത്ത പാരഗ്രാഫിൽ വരുമ്പോൾ സത്യത്തിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച്, സത്യ ആരാധനയെ കുറിച്ചൊക്കെ വളരെ ഗഹനമായ ചില ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യാക്കോബുമാർ ദൈവങ്ങളല്ലെന്ന് തിരിച്ചറിയേണ്ട, നമ്മുടെ പരിമിതിക്കനുസരിച്ച് ദൈവത്തെ പരിമിതപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കേണ്ടതുണ്ട്. ഞാനത് കുറച്ചുകൂടി ശക്തിയായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ദൈവത്തെ ഒരു മാജിക്കുകാരനായി, ദൈവത്തെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ഒരു തീർപ്പുകാരനായി മാത്രം കാണുന്ന ഒരു ആധുനിക ആധ്യാത്മികത വളർന്നു വരുന്ന കാലഘട്ടത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ആധ്യാത്മികത
ദൈവം എന്താണെന്നും ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും അറിയില്ല, ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയുന്ന നേത്തി എന്നൊക്കെ പറയുന്ന എന്താ പറയുക, അദ്വൈതത്തിൻ്റെ ഭാവങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ പിതാക്കന്മാർ അതിമനോഹരമായി നമ്മളോട് പറയുന്നുണ്ട്. നോമ്പിൻ്റെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ചാൽ ഞാനൊന്നും ആയില്ല, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനും ആരുമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു എളിമയുടെ ഒരു ആധ്യാത്മികതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ശമരിയക്കാരി സ്ത്രീയെ യാക്കോബാണ് വലിയ ആളെന്ന് വിചാരിച്ച ഈ ശമരിയക്കാരിയെ അതിനപ്പുറത്തേക്ക് സത്യ ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് ദൈവം വഴി നടത്തുകയായിരുന്നു. അപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക്, യഥാർത്ഥ ദൈവം പ്രവർത്തിക്കുന്നതിലേക്ക് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ 4ാമത്തെ ചിന്തയിലേക്ക് ക്ഷണിക്കുന്നു. 15ാമത്തെ വാക്യത്തിൽ യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്നുത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. ഇവിടെ രസകരമായ മറ്റൊരു ചിന്ത രൂപമെടുക്കുകയാണ്. വെള്ളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എടോ, ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഇനി ഒരു കാലത്തും ദാഹിക്കില്ല. ഉടനെ അവൾ പറയാ, എന്നാ കുറച്ച് തന്നേരെ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ ഒരു ജലവിതരണ ഉപാധിയായി ഈ ശമരിയക്കാരി സ്ത്രീ കണ്ടു. 4ാമത്തെ ഭർത്താവിൻ്റെ പേര് മിസ്റ്റർ ഷോർട്ട് കട്ട് എന്ന് പറയാം. എളുപ്പത്തിൽ കാര്യം നടത്തി കൊടുക്കുന്ന ഒന്ന്. ഞാൻ എന്നും രാവിലെയും വൈകുന്നേരം ഇവിടെ വന്ന് വെള്ളം കോരി കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. താങ്കൾ തരുന്ന വെള്ളം കുറച്ച് വീട്ടിൽ വെച്ചാൽ പിന്നെ അതുകൊണ്ട് കാര്യം നടക്കും. ഞാൻ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ ഇന്നത്തെ ആധ്യാത്മികതയിലേക്ക് ഒന്ന് മിഴി തുറന്നാൽ മതി. എല്ലാ പ്രശ്നവും ഇപ്പോൾ പരിഹരിക്കാം. ഇൻസ്റ്റന്റായി പ്രശ്നങ്ങൾ, രോഗങ്ങൾ പരിഹരിക്കപ്പെടുന്ന വാണിഭശാലകളായി ആധ്യാത്മികത മാറുകയാണ്. മനുഷ്യനങ്ങോട്ട് വളരെ ഓടിക്കൊണ്ടിരിക്കുക. പഠിക്കാതെ എങ്ങനെ മാർക്ക് കിട്ടാം, ഗവേഷണമാണ്. അധ്വാനിക്കാതെ എങ്ങനെ പണമുണ്ടാക്കാം, വായിക്കാതെ എങ്ങനെ അറിവുണ്ടാക്കാം, എളുപ്പ മാർഗത്തിൽ കാര്യങ്ങൾ എങ്ങനെ ആർജിച്ചെടുക്കാം. ഈ ശമരിയക്കാരി സ്ത്രീയുടെയും മാനസികാവസ്ഥ അതായിരുന്നു. ജീവന്റെ ജലവും വലിയ കാര്യമൊന്നും അവളുടെ കൊച്ചു മനസ്സിൽ കയറിയില്ല. അവൾ വിചാരിച്ചത് എന്താ? ഈ വെള്ളം കൊണ്ടൊന്ന് വീട്ടിൽ വെച്ചാൽ പിന്നെ വെള്ളം കോരാതെ കാര്യം നടക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളല്ല ദൈവം. നോട്ടീസുകളും ഫ്ലെക്സ് ബോർഡുകളും കാണുമ്പോൾ വീണു പോകരുത്, സകല പ്രശ്നവും ഒറ്റടിക്ക് ഇൻസ്റ്റന്റായി തീർത്തു കൊടുക്കുന്ന ഒന്നുമല്ല ദൈവം. പിന്നെ എന്താ ദൈവം? അടുത്ത കാലത്ത് അതിമനോഹരമായി ഒരു വായന അനുഭവം ഉണ്ടായി എനിക്ക്. ക്രിസ്തു തച്ചനായിരുന്നല്ലോ ആശാരി. ക്രിസ്തുവിന്റെ കാലത്തും ഒരുപാട് ആശാരിമാരുണ്ടായിരുന്നു പോലും. എല്ലാ ആശാരികളും, ഈ ആശാരിമാരൊക്കെ തന്നെ അക്കാലത്ത് കാർഷിക പശ്ചാത്തലത്തിൽ നുകം പണിയുന്നവർ ഉണ്ടായിരുന്നു. എല്ലാ ആശാരിമാരും ആദ്യം നുകം പണിത് വെക്കുകയും വിൽക്കുകയും ചെയ്യുമായിരുന്നു പോലും. പക്ഷെ ക്രിസ്തു, യേശു എന്ന് പറയുന്ന തച്ചൻ മാത്രം ആദ്യമേ നുകം പണിയില്ല. ആരെങ്കിലും നുകം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഉടനെ യേശു പറയുമായിരുന്നു, നിങ്ങളുടെ കന്നിനെ കാണണം. ഈ നുകം ഏത് കന്നുകാലിയുടെ തോളത്താണോ വെക്കേണ്ടത്, ആ വെക്കേണ്ട മൃഗത്തെ കാണണമെന്ന് യേശു ആവശ്യപ്പെടുമായിരുന്നു പോലും. എന്തിനെന്നാ? ആ കന്നുകാലിയുടെ തോളിന്റെ കഴുത്തിന്റെ ഭാരം അനുസരിച്ച് മാത്രമുള്ള നുകമേ ക്രിസ്തു ഉണ്ടാക്കി കൊടുക്കുമായിരുന്നുള്ളൂ പോലും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമൊക്കെയാണ് എന്ന് യേശു ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത്, കർത്താവ് നമുക്ക് തരുന്ന ജീവിതത്തിൻ്റെ ഭാരങ്ങളും സങ്കടങ്ങളുമൊക്കെ നമ്മുടെ തോളിനും നമുക്ക് ചുമക്കാൻ പറ്റുന്ന ചുമട് മാത്രമേ തരൂ. വാടി തളർന്നോ ഇത് പറ്റില്ല എന്നൊക്കെ തോന്നുന്നത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ കൂടെ നിൽക്കുന്ന കർത്താവ് മാറിപ്പോകുന്നത് കൊണ്ടാണ്.
കർത്താവ് കൂടെ ഉണ്ടാകുമ്പോൾ ചുമക്കാൻ പറ്റുന്നതും വഹിക്കാൻ പറ്റുന്നതും മാത്രമുള്ള ഭാരം തരുന്നവനാണ് ക്രിസ്തു എന്നും തിരിച്ചറിയണം. നോമ്പിലൊക്കെ ഉണ്ടാകേണ്ട മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഓരോ നോമ്പനുഷ്ഠാനങ്ങളും ജീവിക്കുവാനുള്ള, ജീവിതത്തിൽ നമ്മെ ആക്കിയ സ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും വിളിക്കപ്പെടാത്ത അതിഥിയെ പോലെ വരുന്ന പ്രതിസന്ധികളെയും സങ്കടങ്ങളെയും രോഗങ്ങളെയും അതിജീവിക്കുവാനുള്ള അതിജീവനത്തിൻ്റെ ഊർജ സ്രോതസ്സുകളാണ് പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കേണ്ടത്. ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഇന്ന് വഹിക്കാൻ, ഇന്ന് ചെയ്യേണ്ട കാര്യം ചെയ്യാനുള്ള കഴിവ് തരണമേന്ന്. അല്ലാതെ പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് തീർക്കുന്ന ഒരു ആളായി ദൈവത്തെ കാണരുത്. ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. അതുകൊണ്ട് ജീവന്റെ ജലം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഒരു ജലവിതരണ ഉപാധിയായി ഈ ശമര്യക്കാരി സ്ത്രീ കണ്ടു. പക്ഷേ യേശുവിനെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ ആഴത്തിലേക്ക് ക്രിസ്തു അവളെ നടത്തുകയായിരുന്നു. ഇങ്ങനെ അല്പം വെള്ളം തന്നാൽ വെള്ളം കോരാൻ വരാതിരിക്കാലോ എന്ന് പറഞ്ഞവളാണ് സംഭാഷണം കഴിയുമ്പോൾ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം ഈ കിണറ്റിന്റെ കരയിൽ വെച്ചിട്ട് പോവുകയാണ്. ചില കുടങ്ങൾ ഉപേക്ഷിച്ച് പോകും നമ്മൾ. എപ്പോഴാണെന്നറിയാമോ? ഉറവ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കിണറ്റിന്റെ ആവശ്യമില്ല. ഉറവാണ് ഇവൾ കണ്ടുപിടിച്ചത്. ദൈവത്തെ നമ്മൾ അങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്. ദൈവം ഉറവ, സ്രോതസ്സാണ്. ഈ സകല നന്മയും അനുഗ്രഹങ്ങളും വരുന്ന സ്രോതസ്സിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ചില കുടങ്ങളും ചില ആൾ ദൈവങ്ങളെയൊക്കെ നമ്മൾ എന്താ പറയുക, കിണറ്റിന്റെ കരയിൽ വെച്ചു കളയണമെന്നാണ് ഈ വേദവായന ഭാഗം നമ്മോട് വളരെ അർത്ഥവത്തായി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശമര്യക്കാരി സ്ത്രീയെ ക്രിസ്തു ഒരു പുതിയ ബോധത്തിലേക്കും ബോധ്യതലത്തിലേക്കും വളർത്തി എന്നോർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അടുത്ത 5ാമത്തെ ചിന്തയിലേക്ക് ക്ഷണിക്കുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു. വളരെ നിസാരമായിട്ടാണ് ക്രിസ്തു പറഞ്ഞത്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അപ്പൊ അവള് പറഞ്ഞു, എനിക്കിപ്പോ ഭർത്താവില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയാ, 5 നിഷേധാത്മക ചിന്തകൾ ഈ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഈ 5നോടും അവൾ വിട പറഞ്ഞു. 5നോടും വിട പറഞ്ഞെങ്കിലും 6ാമത്തെ ഭർത്താവിനെ, കർത്താവെന്ന് പറയുന്ന ഭർത്താവിനെ സ്വീകരിച്ചുമില്ല അവള്. അതിൻ്റെ ഒരു ഇടവേളയിലാണ് ഇവള് പറഞ്ഞത്, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഒരു ഒളിച്ചുകളി നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു ദൈവത്തിന് മുമ്പിൽ ഉള്ളത് മുഴുവൻ പറയാൻ പറ്റാതെ പോയ ഒരു മാനസികാവസ്ഥ ഈ ശമര്യക്കാരി സ്ത്രീക്ക്. ഒരു മിസ്റ്റർ ഹൈഡ് എന്നാണ് ഈ ഭർത്താവിനെ വിളിക്കാൻ എനിക്കിഷ്ടം. ഒരു ഒളിച്ചുകളിയുടെ ചിന്ത, ഒരു ഒളിച്ചുകളി, എല്ലാം പറയാതിരിക്കുക. ഇന്ന് ആധുനിക മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലം മാത്രമല്ല കേരളം, ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ളതും കേരളത്തിലാണ്. മാനസിക രോഗം എന്നൊക്കെ പറയുമ്പോൾ ഭ്രാന്ത് എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ വളരെ ലഘുവായ അമിതമായ ആകുലതയും ഡിപ്രഷനും ഒക്കെ അടക്കമുള്ള വളരെ കൊച്ചു കാര്യങ്ങൾ. എന്താ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം? ഇവിടെ ഉള്ള് പങ്കുവെക്കാൻ ആളെ കിട്ടാതെ പോവുകയാണ്. അതുകൊണ്ട് ഒളിച്ചുകളി. ഞാൻ എങ്ങനെ ഉള്ളത് മുഴുവൻ പറയുക? ഇവിടെ ക്രിസ്തു ഈ ശമര്യക്കാരി സ്ത്രീയോട് സംസാരിച്ചപ്പോൾ ഈ കിണറ്റിന്റെ കര, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു കുമ്പസാരത്തിന്റെ സ്ഥലമായി കർത്താവ് മാറ്റി. അവിടെ വെച്ച് അവൾ ക്രിസ്തുവിനോട് മുഴുവൻ ഹൃദയം മുഴുവൻ തുറന്നു. മുഴുവൻ ഹൃദയവും തുറന്നപ്പോഴാണ് അവളൊരു പുതിയ വ്യക്തിയായി മാറിയത്. നമ്മുടെ ഇന്നത്തെ പ്രശ്നം കുമ്പസാരം എന്നൊക്കെ പറയുന്ന വളരെ അർത്ഥവത്തായ ഒരു കൂദാശ തിരക്ക് കൊണ്ടാണോ എന്ന് പറയാൻ പറ്റില്ല, സമയക്കുറവ് കൊണ്ടാണോ എന്ന് പറയാൻ പറ്റില്ല, അതെയോ പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്ന് പറയാൻ പറ്റില്ല, അർത്ഥവത്തായി അനുഷ്ഠിക്കാനാകുന്നില്ല. മനുഷ്യന്റെ മനസ്സ് ഇനി ഒരുപാട് വൃത്തങ്ങളുണ്ടെന്ന് മനഃശാസ്ത്രം പറയും. അതിലൊരു ഇന്നർമോസ്റ്റ് സർക്കിളുണ്ട്, ഏറ്റവും അകത്ത വൃത്തം.
അത് ആർക്കും അറിയാത്ത ഒരു സ്ഥലമാണ്. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഞാനുണ്ട്. അതാരാണെന്ന് എൻ്റെ ജീവിത പങ്കാളി അറിയണമെന്നില്ല, എൻ്റെ മാതാപിതാക്കൾ അറിയണമെന്നില്ല, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അറിയണമെന്നില്ല. ആ ഞാനിലാണ് എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ സങ്കടം അവിടെയാണ്, എൻ്റെ സംഘർഷം അവിടെയാണ്. ആരോടും പറയാനും പങ്കുവെക്കാനും പറ്റാത്ത മനസ്സിൻ്റെ വിഹലതകളൊക്കെ അവിടെയാണ്. ഇത് എവിടെയാ ഒന്ന് തുറന്നു പറയുക? ഇതെവിടെയാ ഒന്ന് ഷെയർ ചെയ്യുക? എവിടെ ഇതൊന്ന് പങ്കുവെക്കുക? ആരോടാ? പ്രിയപ്പെട്ടവരെ, ഇത് ശരിക്കും പകരാനായാൽ, പങ്കുവെക്കാനായാൽ ഒരു 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 ഔട്ട്ബേസ്റ്റിംഗ് ഉണ്ടാകും, ഒരു പുറത്തേക്കുള്ള ഒരു പ്രവാഹമുണ്ടാകും. അത് കുംഭസാരം എന്ന് പറയുന്ന കൂദാശിയൊക്കെ ആ അർത്ഥത്തിലാണ് അനുഷ്ഠിക്കാനാകേണ്ടത് എന്നേ ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഈ കർത്താവിനോട് ഈ മുഴുവൻ കാര്യങ്ങളും ഒരു ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി പറയാൻ പറ്റുന്ന ദിനങ്ങളായി ഒക്കെ ഈ നോമ്പുകാലം മാറുമ്പോൾ ഈ നോമ്പനുഷ്ഠാനത്തിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടാകും. പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ഭൂതകാലത്തിലേക്ക് നോക്കിയുള്ള ഒരു നിലവിളിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എങ്ങനെയാ ഭൂതകാലത്തിലേക്ക് നോക്കി നിലവിളിക്കുക? ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാ? ഒരു അർഹതയും യോഗ്യതയും ഇല്ലാത്ത എന്തെല്ലാം നന്മകൾ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നു. പലരും ഇപ്പം പറയാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിൽ വരാറില്ല എന്ന്. പ്രാർത്ഥിക്കുമ്പോൾ കരയാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഇങ്ങനെ ഈ വെള്ളിയാഴ്ച ഈ പരുമലപ്പള്ളിയിൽ ഇവിടെ നിന്ന് ഞാനിങ്ങനെ നിങ്ങളോട് ചില ചെറിയ ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഞാൻ എൻ്റെ ഭൂതകാലത്തിലേക്ക് വർഷങ്ങളുടെ അപ്പുറത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് കരച്ചിൽ വരണം. എങ്ങനെയാ കരച്ചിൽ വരിക? ഒരു യോഗ്യതയും അർഹതയും ഇല്ലാതിരുന്നിട്ടും ദൈവം ഇത്രമാത്രം വഴി നടത്തിയല്ലോ എന്ന ചിന്ത. എനിക്ക് തോന്നുന്നു നമുക്ക് ആധുനിക മനുഷ്യന് ഇന്ന് പറ്റുന്ന വലിയൊരു കുഴപ്പം ലഭിച്ചത് എന്താണെന്നും കൈവശമുള്ള ഇതെന്താണെന്നും തിരിച്ചറിയാതെ അവസാനിക്കാത്ത പരാതിക്കാരായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. ഈ പരാതിയാണ് നമ്മെ പല വഴിതെറ്റിയ ചിന്തയിലേക്കും മാർഗത്തിലേക്കും ജീവിതത്തിലേക്കും ആധ്യാത്മികതയിലുമൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നത് പരാതികളാണ്. എന്തുകൊണ്ടോ നമുക്ക് തൃപ്തി വരുന്നില്ല, എന്തുകൊണ്ടോ നമുക്ക് സന്തോഷം വരുന്നില്ല, സംതൃപ്തമായ മുഖങ്ങൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. കഥ അവസാനിക്കുമ്പോൾ ഈ ധൂർത്തുപുത്രൻ്റെ കഥയിലെ മൂത്ത മകനെ പോലെയാണ്. കഥ അവസാനിക്കുമ്പോൾ അയാൾ പുറത്താണ്. കഥ തുടങ്ങുമ്പോൾ പുറത്തുള്ളവൻ അകത്താവുകയും കഥ തീരുമ്പോൾ അകത്തുള്ളവൻ പുറത്താവുകയും ചെയ്യുക. എന്താ അയാൾ പുറത്താകാൻ കാരണം? എനിക്ക് തോന്നുന്നു അവസാനിക്കാത്ത പരാതിപ്പെട്ടിയായിരുന്നു ഈ മൂത്ത മകൻ. പ്രിയപ്പെട്ടവരെ, പരാതികൾ എങ്ങനെ അവസാനിക്കുക? ഈ യേശു അവളോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല. ഇപ്പോഴുള്ള ഭർത്താവായ ക്രിസ്തുവിലേക്കുള്ള ദൂരമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ ക്രിസ്തുവിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ആ ക്രിയാത്മക ചിന്തയിലേക്ക് എത്തിക്കഴിയുമ്പോൾ സംതൃപ്തി, സമാധാനം, സൗഖ്യം, സ്വാന്തനം എന്നൊക്കെ പറയുന്നത് ഭാവിയിൽ ലഭിക്കേണ്ട ഒന്നല്ല, ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ, എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോഴേ മരണത്തെ മുൻകൂട്ടി കാണണം, ഒന്ന് ജനനത്തെയും മുൻകൂട്ടി കാണണം. ഇത് രണ്ടും കണ്ടാൽ തൃപ്തി വരും. ജനനമെന്ന് പറയുന്ന ഒരു 3 അക്ഷരത്തിൽ തുടങ്ങി മരണമെന്ന് പറയുന്ന മറ്റൊരു 3 അക്ഷരത്തിൽ അവസാനിക്കുന്നതിനിടയ്ക്കുള്ള ഒരു ഇടവേളയാണല്ലോ ഈ ജീവിതമെന്ന് പറയുന്ന ഒരു 3 അക്ഷരം. ഇവിടെ തൃപ്തി വരാൻ എന്താ മാർഗം? പരാതികൾ അവസാനിക്കാൻ എന്താ മാർഗം? ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണപ്പോൾ എന്നെ ആദ്യമായി സ്പർശിച്ചതാരാ? ഈ ലോകത്തിലേക്ക് ഒരു അതിഥിയായി വന്നു വീണ എന്നെ സ്നേഹപൂർവം കോരിയെടുത്ത കൈകൾ ആരുടേതാ? ഞാൻ ഒരുപാട് കാലമായി ഇപ്പോഴും അന്വേഷിക്കുന്നു, ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. വിചാരിച്ച പോലെ അമ്മയൊന്നും ആയിരിക്കണമെന്നില്ല, ഏതോ നേഴ്സോ ഏതോ മിഡ്വൈഫോ ഏതോ ഒരാള്. ഇങ്ങനെ നമുക്ക് പറയാം, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്നേഹപൂർവ്വം നമ്മെ ഇങ്ങനെ കോരിയെടുക്കാൻ തമ്പുരാൻ 2 കരങ്ങൾ എവിടെയോ ഒരുക്കിയിരുന്നു. നമ്മളിനി ആരൊക്കെ ആയിരുന്നാലും ആ സ്നേഹപൂർവം നമ്മെ സ്വീകരിച്ച കൈകൾക്ക് നന്ദി പറയാൻ, പ്രതിഫലം കൊടുക്കാൻ നമുക്കാകില്ല.
നിസ്സഹായനാ മനുഷ്യൻ. അതേപോലെ തന്നെ ചിന്തിക്കണം, അവസാനം ആരായിരിക്കും നമ്മളെ സ്പർശിക്കുക? ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് അവസാന തുള്ളി, നമ്മൾ പറയുമല്ലോ നാടൻ ഭാഷയിൽ, 2 തുള്ളി വെള്ളം ആരാ തരിക? അങ്ങനെ തരാൻ തമ്പുരാന് പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ, നമ്മളൊക്കെ വിചാരിക്കുന്ന ആരും ആയിരിക്കണം എന്നില്ല. മക്കളോ ജീവിത പങ്കാളികളോ കൂടെയുള്ളവരോ ഒന്നും ആയിരിക്കണമെന്നില്ല ഈ അവസാന തുള്ളി വെള്ളം തരേണ്ടത്. തമ്പുരാൻ ആരെയെങ്കിലും എവിടെയെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുകയാ. ഈ തരാൻ പോകുന്ന വ്യക്തിക്ക് മുൻകൂട്ടി നന്ദി പറയാൻ നമുക്കാകുമോ? ഞാൻ പറഞ്ഞത്, എത്രമാത്രം കരുതലോടുകൂടിയാണ് ദൈവം നമ്മളെ വളർത്തുന്നത്, വലുതാക്കിയത്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സംരക്ഷിക്കാൻ, സ്നേഹിക്കാൻ, സ്വാന്തനിപ്പിക്കാൻ, കൈപിടിക്കാൻ, വഴി നടത്താൻ, വഴി കാണിക്കാൻ ദൈവം എത്ര ആൾക്കാരെ ആക്കിയിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ, ദൈവത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ, ദൈവത്തിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരുപാട് നല്ല നിമിഷങ്ങൾ വിസ്മരിച്ചു പോകുന്നത് കൊണ്ടാണ് നമുക്ക് തൃപ്തി വരാത്തതും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരാത്തതും, കിട്ടാതെ പോയതിനെക്കുറിച്ചുള്ള വ്യാകുലതകളിൽപ്പെട്ട് ആടിയുലയുന്നതും. ലഭിച്ചതിൻ്റെ തൃപ്തി ഉണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, സംതൃപ്തി ഉണ്ടാകുന്നത്, ഇതിനൊന്നും ഞാൻ യോഗ്യത ഉള്ള അല്ലായിരുന്നിട്ടും ദൈവമേ അതിമനോഹരമായി നീ എന്നെ സംരക്ഷിച്ചുവല്ലോ എന്ന് തിരിച്ചറിയുമ്പോഴാണ് സത്യത്തിൽ നോമ്പിൻ്റെ മറ്റൊരു മുഖം ഇങ്ങനെ അർഹതയും യോഗ്യതയുമില്ലാത്ത ഒരുപാട് നന്മകൾ നമുക്ക് ധാരാളമായി നൽകിയ സമൂഹത്തിന് മറ്റുള്ളവർക്ക് ചിലത് തിരിച്ചു കൊടുക്കല. ഇതും ആദ്യം പറഞ്ഞതുപോലെയാ, ബെസ്റ്റ് ഓഫ് മൈസെൽഫ് ഈസ് നോട്ട് യെറ്റ് കം ഔട്ട്. എന്നിൽ ഏറ്റവും മികച്ചത് ഇനിയും പുറത്തു വന്നിട്ടില്ല എന്ന് തിരിച്ചറിയേണ്ടത് അവിടെയാ. കൂടെ ജീവിക്കുന്ന സമൂഹത്തോട്, മറ്റുള്ളവരോട് കുറെ കൂടി ഹൃദയപൂർവമായ ഒരു ബന്ധം നമുക്കുണ്ടാകേണ്ടത് ഞാനും നിങ്ങളും ഒരുപാട് ഈ സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടതാ. കാരണം നമുക്ക് ഒരുപാട് ഈ സമൂഹം തിരിച്ചു തന്നിട്ടുണ്ട്. അവിടെയാണ് ഈ ദശാംശവും ഈ സാമൂഹ്യ പ്രവർത്തനവും ചിന്തയുടെയും ഒക്കെ പ്രസക്തിയാവുക. എപ്പോഴും നമ്മുടെ പിതാക്കന്മാർ പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു നേരം ആഹാരം ഉപേക്ഷിച്ചാൽ അത് കൂട്ടിവെച്ച് ഈ സാധുക്കൾക്ക്, വിധവമാർക്കെല്ലാം കൊടുക്കണമെന്ന്. എനിക്ക് തോന്നുന്നു ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതും അപ്പോഴാണ് അല്ലേ. നോമ്പിലെ അതിമനോഹരമായ ഒരു വേദവായന ഭാഗമുണ്ട്. ക്രിസ്തു 18 സംവത്സരമായി കൂനിയായിരുന്ന സ്ത്രീയെ ഒരു ദേവാലയത്തിൽ വെച്ച് കൂന് നിവർത്തുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ നോമ്പിലും ഈ കൂന് നിവർത്തിയ വേദവായന ഭാഗം വായിച്ച് നമ്മൾ വീട്ടിൽ പോകാറുണ്ടെങ്കിലും 18 കൊല്ലം പള്ളിയിൽ വന്നിട്ടും കൂന് നിവരാതിരുന്ന ഈ സ്ത്രീയെ പോലെ നമ്മളിലും നിവരാത്ത കുറെ കൂനുകളുണ്ട്. എന്താ ഈ കൂന് വന്നാലുള്ള കുഴപ്പം? കൂന് വന്നാൽ കാഴ്ചപ്പാട് ഹ്രസ്വമായിരിക്കും, ഒരു ടാവട്ടത്തിലെ കാര്യങ്ങൾ കാണാൻ പറ്റും. കൂന് നിവർന്നാലോ വീക്ഷണം വിശാലമാകും. കൂനിയായ സ്ത്രീയെ തൊട്ടു, രോഗാത്മാവ്, ബന്ധനം അഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീ നിവർന്നു നിന്നു എന്നതിൻ്റെ അർത്ഥം. നിവർന്നു നിന്നു എന്ന് പറഞ്ഞാലോ ലോകം മുഴുവൻ കണ്ടു. ഇന്ന് നമ്മുടെ എന്താ പറയുക, ഒരു ജീവിതശൈലി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എൻ്റെ അച്ചായനും മക്കളും. ഈ ടാവട്ടത്തിൽ മാത്രമാണ് നമ്മുടെ ചിന്ത. ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമൊക്കെ പറയുകയും പാടുകയും ചെയ്യുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ ജീവിത വീക്ഷണം ഒരു വളരെ കൂനിൻ്റെ വിധത്തിൽ ഇത്രയേ ഉള്ളൂ. ഇത് നിവരുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൂടെയുള്ള ഈ ചിന്തകളാകുന്ന ഭർത്താവിനോട് വിട പറയാനും ക്രിയാത്മകമായ ക്രിസ്തു എന്ന് പറയുന്ന ചിന്തയിലേക്ക്, ക്രിയാത്മക ചിന്തയിലേക്ക് തിരിച്ചു വരാനും ആകൂ എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മളെ അലട്ടുന്ന ചില കൂനുകളോട് വിട പറയേണ്ട കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്താവിഷയത്തിൽ ശമര്യക്കാരി സ്ത്രീ ഈ കിണറ്റിൻ്റെ കരയിൽ ഇരുന്ന ശമര്യക്കാരി സ്ത്രീ തിരിച്ചുപോയത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ്. തിരിച്ചുപോയ ശമര്യക്കാരിയുടെ പുതിയ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു അത്ഭുതവും അവിടെ നടന്നില്ല. അവിടെ ബാഹ്യമായ ഒരു മാറ്റവും ഉണ്ടായില്ല. പക്ഷേ അവളെ തിരിച്ചറിയുക ചെയ്തത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് അവളെ തിരിച്ചറിഞ്ഞു. അവളെ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ആരെ തിരിച്ചറിഞ്ഞു? ദൈവത്തെ തിരിച്ചറിഞ്ഞു. സംഭാഷണം ആരംഭിക്കുമ്പോൾ ക്രിസ്തുവിനെ നീ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ ഡയലോഗ് ഇവിടെ തുടങ്ങുന്നത്. അവസാനിക്കുമ്പോൾ അവൾ വിളിക്കുന്നത് മശിഹ എന്നാണ് ക്രിസ്തുവിനെ. എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു.
കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ തൻ്റെ അടുത്ത് നിന്ന് തന്നോട് സ്നേഹപൂർവ്വം സംസാരിച്ച വ്യക്തി ആരാണെന്ന് തിരിച്ചറിഞ്ഞു. 3 അറിവുണ്ടായി. അവൾ ആരാണെന്ന് അവൾ അറിഞ്ഞു. അവളുടെ അടുത്ത് നിൽക്കുന്ന ആൾ ആരാന്ന് അറിഞ്ഞു, അപരൻ. 3 ദൈവം ആരാന്നറിഞ്ഞു. ഈ 3 അറിവും ഉണ്ടായപ്പോൾ അവൾക്ക് അവളുടെ ഉള്ളിൽ കിടന്ന ശക്തി, കഴിവ് തിരിച്ചറിയുകയും അവൾ വളരെ സധൈര്യം സമൂഹത്തിലേക്ക്, ജീവിതത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഈ ആധ്യാത്മികത എന്നൊക്കെ പറഞ്ഞാൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് വില കൊടുത്തും ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് തിരിച്ചറിയില്ല. എല്ലാ നിഷേധാത്മചിന്തകളോടും വിട പറയലാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ഈ കേട്ട ചിന്തകളെ നമുക്കൊരു പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താം. ഒരു നിമിഷം നമുക്ക് മൗനമായിരിക്കാം. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ശാന്തമായി നമുക്ക് തിരിഞ്ഞു നോക്കാം. പ്രാർത്ഥനകൾ ഭൂതകാലത്തിലേക്ക് നോക്കി ഉള്ള നിലവിളിയാണ്. നമുക്കെല്ലാവർക്കും നാം ജനിച്ച വീട് മനസ്സിലേക്ക് കൊണ്ടുവരാം. നാം ജനിച്ചൊരു വീടില്ലേ? ആ വീട് നമ്മുടെ അമ്മ, നമ്മുടെ പിതാവ്, നമ്മുടെ സഹോദരങ്ങൾ, നാം കൊച്ചുകുട്ടിയായി വളർന്ന് ജീവിച്ചൊരു സാഹചര്യം ഓർത്തെടുക്കുക. നമ്മുടെ ഭൂതകാലമാണ്. നമ്മുടെ ഓരോ വളർച്ചകളും മനസ്സിലേക്ക് നമുക്കിങ്ങനെ കൊണ്ടുവരാം. ഓരോ വർഷങ്ങളിൽ വളർച്ചയുടെ ഓരോ പടവുകൾ നമ്മളിങ്ങനെ നടന്ന് കയറി. അവിടെയൊക്കെ ദൈവത്തിൻ്റെ അദൃശ്യമായ അത്ഭുതകരങ്ങളായ നടത്തിപ്പുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ഈ വർത്തമാനകാലത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന പ്രായമുണ്ടല്ലോ, ജീവിത അവസ്ഥയുണ്ടല്ലോ, ഇവിടം വരെയും നമ്മൾ വളരാൻ, വലുതാകാൻ ദൈവം ഉപയോഗിച്ച എത്ര വ്യക്തികൾ, എത്ര മുഖാന്തരങ്ങൾ ഓർത്തെടുക്കാം നമുക്ക്. അതിനൊക്കെ ദൈവത്തോട് നമുക്ക് ശാന്തമായി നമുക്ക് നന്ദി പറയാം. കർത്താവേ, സകലത്തിനും നന്ദി കർത്താവേ, സർവത്തിനും നന്ദി കർത്താവേ. തകർന്നു പോയ സന്ദർഭങ്ങളിൽ, എല്ലാവരും കൈവിട്ടു പോയി എന്ന് തോന്നിയ നിമിഷങ്ങളിൽ, ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ നിമിഷങ്ങളിൽ അത്ഭുതകരമായി ചേർത്ത് പിടിച്ച ദൈവമേ, നിനക്ക് നന്ദി എന്ന് പറയാം നമുക്ക്. കിണറ്റിൻ്റെ കരയിൽ ശമരിയക്കാരി സ്ത്രീക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ എത്രയെത്ര സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ ഈ ദൈവം നമുക്ക് വേണ്ടി കാത്തിരുന്നു. നമ്മൾ മകനെ, മകളെ എന്ന് വിളിച്ച് നമ്മെ ആശ്വസിപ്പിച്ചു. നമുക്ക് സകലത്തിന് നന്ദി പറയാം കർത്താവിനോട്. രോഗങ്ങളിൽ, ഒറ്റപ്പെടലുകളിൽ, ഇല്ലായ്മകളിൽ, മറ്റാരും തിരിച്ചറിയാതെ പോയ സന്ദർഭങ്ങളിൽ, നമ്മുടെ ശരികളും ന്യായങ്ങളും കൂടെ ജീവിക്കുന്നവർ തിരിച്ചറിയാതെ പോയപ്പോൾ, നമ്മുടെ ആത്മനൊമ്പരങ്ങൾ ഏറ്റവും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിച്ചവർ അറിയാതെ പോയ സന്ദർഭങ്ങളിൽ, കർത്താവേ, നീ വഴി നടത്തിയതിന്, നീ സ്നേഹിച്ചതിന്, നീ സൗഖ്യം നൽകിയതിന്, നീ കൈപിടിച്ചതിന് നന്ദി കർത്താവേ. നന്ദി പറയാം നമുക്ക്. നന്ദി പറയുന്നത് പോലെ നമുക്ക് ചില കാര്യങ്ങളിൽ ദൈവത്തോട് സോറിയും പറയണം. ഖേദപ്രകടനങ്ങൾ, ദൈവമേ ഞാൻ ഖേദിക്കുന്നു. എന്തിനെല്ലാം നാം ഖേദിക്കണം? ചിലപ്പോഴെങ്കിലും ഈ കാത്തിരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാതെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയ ചില നിഷേധാത്മ ചിന്തകൾ നമ്മെ ഭരിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് സങ്കടപ്പെടാം. ദൈവമേ ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കുകളോ, നമ്മുടെ നോട്ടങ്ങളോ, നമ്മുടെ ചോദ്യങ്ങളോ
ചിലരെയെങ്കിലും ഒറ്റപ്പെടുത്താൻ ഇടവന്നെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശമരിയക്കാരി സ്ത്രീ ഒറ്റയ്ക്ക് വന്നതുപോലെ ചിലരെ നമ്മ ഒറ്റയ്ക്കാക്കിയോ അറിഞ്ഞോ അറിയാതെയോ കർത്താവെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലർക്കെങ്കിലും ജീവന്റെ ജലം കൊടുക്കേണ്ടവരായിരുന്നു നാം. അത് കൊടുക്കാൻ പറ്റാതെ പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ, ഒരു പുഞ്ചിരിയുടെ, ഒരു ആലിംഗനത്തിൻ്റെ, ഒരു സമാശ്വാസത്തിൻ്റെ, ചില പങ്കുവെക്കലിൻ്റെ ജീവജലങ്ങൾ കൂടെ ജീവിക്കുന്നവർക്ക്, കൂടെ പ്രവർത്തിച്ചവർക്ക് നാം കൊടുക്കാതെ പോയിട്ടുണ്ടോ? കർത്താവെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോഴെങ്കിലും നാം ഈ ദൈവത്തെ നിസാരമായി കണ്ടുവോ? യാക്കോബിനെ പോലെ ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളുണ്ടോ? ദൈവത്തെ വിട്ട് വഴിമാറി മറ്റ് ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോയോ? സങ്കടങ്ങളിൽ, തകർച്ചകളിലൊക്കെ ദൈവത്തെ അല്ലാതെ മറ്റെന്തിനെയെങ്കിലും നമുക്ക് അന്വേഷിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചില രോഗങ്ങളിൽ, ചില സംഘർഷങ്ങളിലൊക്കെ അറിയാതെ നാം വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴെങ്കിലും ജീവിതത്തിൽ വഹിക്കാവുന്നതിനപ്പുറത്ത് ഭാരങ്ങൾ ദൈവം തന്നു എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടോ? എനിക്ക് മാത്രം വലിയ ഭാരങ്ങൾ തമ്പുരാൻ തന്നു എന്ന് പറഞ്ഞ് വിലപിച്ച നിമിഷങ്ങളുണ്ടോ? ചിലപ്പോഴൊക്കെ ചില കുരിശുകൾ ചുമന്ന് തളർന്നു പോയ നിമിഷങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിരിക്കാം. കർത്താവെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ദൈവമേ, നീ തരുന്ന മുഖം, ദൈവമേ നീ തരുന്ന ചുമട്, നീ തരുന്ന ഭാരം ഞങ്ങൾക്ക് വഹിക്കാവുന്നതും സഹിക്കാവുന്നതും മാത്രമാണെന്ന് തിരിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിഷേധാത്മ ചിന്തകളോടും വിട പറയാനുള്ള മനസ്സ് തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാവി ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമുക്ക്. കർത്താവെ, പുതിയ ധൈര്യത്തിൻ്റെ, പുതിയ പ്രത്യാശയുടെ മനസ്സ് നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ക്രിസ്തുവിനോടുള്ള സംഭാഷണത്തിന് ശേഷം പുതിയ ശക്തിയിൽ, പുതിയ ആത്മാവിൽ, പുതിയ ധൈര്യത്തിൽ, പുതിയ ദൗത്യത്തിന് വേണ്ടി ശമരിയക്കാരി പോയതുപോലെ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലേക്ക്, സഭയിലേക്ക്, ഇടവകയിലേക്ക്, ഞങ്ങളാക്കിയ സ്ഥാനങ്ങളിലേക്ക് കുറെ കൂടി ധൈര്യമായി തിരിച്ചു പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ രോഗങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് രോഗികളായിരിക്കുന്നവർക്ക് എല്ലാവർക്കും രോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമുക്ക്. കർത്താവെ, കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി തകർന്നിരിക്കുന്നവരെ ഒക്കെ നിങ്ങളുടെ സങ്കടങ്ങളെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒന്നും ചോദിക്കാതിരുന്നിട്ടും നീ ആഴത്തിലേക്ക് നോക്കി മത്സ്യബന്ധനത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞ ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതമാവുന്ന പടകിനരികിലുണ്ട്. നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ സങ്കടം, നമ്മുടെ തകർച്ച പരിഹരിക്കാൻ അവനാകും. കർത്താവെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മാതാപിതാക്കൾക്കും മക്കളെ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു മകനും ഒരു മകളും വഴിതെറ്റിപ്പോകുവാൻ അങ്ങ് അനുവദിക്കരുതേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് സമ്മർദ്ദങ്ങളുടെ ജീവിതത്തിൽ, ലോകത്തിൽ ജീവിക്കുന്ന മക്കൾ അകന്നു പോകാതിരിക്കാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെരുശലേം ദേവാലയത്തിൽ വെച്ച് പെസഹ പെരുന്നാളിന് ക്രിസ്തുവിനെ ജോസഫിനും മറിയയ്ക്കും നഷ്ടമായതുപോലെ ഏതെങ്കിലും മക്കൾ നഷ്ടമായി പോയെങ്കിൽ അവർ തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് 3-ാം ദിവസം
ക്രിസ്തുവിനെ അവർക്ക് തിരിച്ചു കിട്ടിയതുപോലെ ദൈവമേ, വഴിമാറിപ്പോയ അകന്നുപോയ മക്കളെ ചൊല്ലി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന് കർത്താവെ ഉത്തരം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മാനസികമായി തകർച്ചയുള്ള സങ്കടങ്ങളുള്ള എല്ലാ സങ്കടങ്ങളും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ശമരിക്കാരി സ്ത്രീയുടെ മനസ്സുപോലെ കിണറ്റ് പുറമേ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റാത്തത്ര ആഴങ്ങളിൽ പ്രശ്നങ്ങളിലുള്ള മനസ്സിൽ മുറിവുകളുള്ള എല്ലാവർക്കും നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, ഒറ്റപ്പെട്ടു പോയവരെ, തകർന്നു പോയവരെ, ഏകാന്തത അലട്ടുന്നവരെ, സ്നേഹം ലഭിക്കാതെ പോയവരെ, മക്കളിൽ നിന്ന്, ജീവിത പങ്കാളികളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നൊക്കെ ഞങ്ങൾ കരുതിയ ആഗ്രഹിച്ച സ്നേഹവും സാന്ത്വനവും കരുണയും ലഭിക്കാതെ പോയ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സാന്ത്വനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും നനുത്ത സ്പർശനം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നമുക്ക് സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സഭയുടെ എല്ലാ പിതാക്കന്മാരെയും ഓർക്കാം, എല്ലാ അഭിഷിക്തന്മാരെയും ഓർക്കാം, എല്ലാ സുവിശേഷ പ്രവർത്തകരെയും ഓർക്കാം, എല്ലാ ആധ്യാത്മിക സംഘടനകളെയും ഓർക്കാം. ദൈവമേ, നയിക്കേണ്ടവർക്ക് ആത്മാവിലും ശരീരത്തിലും ബലം കൊടുക്കണമേ. നയിക്കുവാനും ഭരിക്കുവാനുമുള്ള വിശുദ്ധാത്മജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരെ ഓർക്കാം. അവരെ സ്വർഗീയ യെരൂശലേമിൽ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി ഈ വലിയ നോമ്പിൻ്റെ നല്ല ദിവസങ്ങളിൽ, നിമിഷങ്ങളിൽ കർത്താവെ, ഭാവി കാലത്ത് ജീവിക്കുവാനുള്ള, ജീവിതത്തിന് ആവശ്യമുള്ള ബലവും ശക്തിയും ധൈര്യവും നീ ഞങ്ങൾക്ക് നൽകണമേ. ചില ഉപേക്ഷിക്കേണ്ട കുടങ്ങളെ, പാത്രങ്ങളെ കിണറ്റിൻ്റെ കരയിൽ വലിച്ചെറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകേണ്ട ചില ഇലകൾ ശരത്കാലങ്ങളിൽ വൃക്ഷങ്ങൾ പൊഴിക്കുന്നത് പോലെ ചില ഇലകൾ കൊഴിച്ചു കളയാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആകുലതകളുടെ, ആഡംബരങ്ങളുടെ, അനാവശ്യങ്ങളുടെ, തെറ്റായ ജീവിത ശൈലികളുടെ, ചില ക്രോധങ്ങളുടെ, പിണക്കങ്ങളുടെ, മാപ്പുകൊടുക്കാത്ത മാനസിക അവസ്ഥകളൊക്കെ ആകുന്ന ഇലകൾ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ പൊഴിച്ചു കളയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ചിലരോട് നിരപ്പാകുവാൻ, ചിലർക്ക് മാപ്പ് കൊടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിലേക്ക് ചില പുതിയ ആത്മാവിനെ, പുതിയ ചിന്തകളുടെ, പുതിയ ദർശനങ്ങളുടെ, പുതിയ തിരിച്ചറിവുകളുടെ ആത്മാവിനെ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശരത്കാലത്തിന് ശേഷം വരുന്ന വസന്തകാലത്ത് ഏറ്റവും മികച്ചത് പുറത്തു വരുന്നത് പോലെ ഈ നോമ്പിലൂടെ കർത്താവെ ഞങ്ങൾ കുറെ കൂടി നല്ലവരായി നീ ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളെ ആക്കിയ സ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും അങ്ങ് ഞങ്ങൾക്ക് ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഭംഗിയായി പരാതിയില്ലാതെ നിർവഹിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത് പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതികരേറ്റുവാനായിട്ട് തന്നെ.